ഭാഗവത പുരാണം അനുസരിച്ച് ദേവന്മാരുടെ ശില്പിയായ ത്വാഷ്ടന്റെ മകനായ വിശ്വരൂപ മുനിയെ ഇന്ദ്രൻ വധിക്കുന്നു. തന്റെ പുത്രന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ത്വാഷ്ടൻ ഒരു യജ്ഞം നടത്തുന്നു. ഇന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു പുത്രനെയാണ് അദ്ദേഹം തേടിയത്. എന്നിരുന്നാലും യജ്ഞത്തിനിടെ ത്വാഷ്ടൻ പുണ്യമന്ത്രത്തിലെ ഒരു അക്ഷരം തെറ്റായി ഉച്ചരിച്ചതുകൊണ്ട് തൽഫലമായി ഇന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന പുത്രനെ ലഭിക്കുന്നതിന് പകരം ഇന്ദ്രനാൽ വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു പുത്രനെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈ മകന്റെ പേര് വൃതൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് ശക്തമായ ഒരു വരം ലഭിച്ചിരുന്നു. കല്ല്, ലോഹം, മരം എന്നിവ കൊണ്ടുണ്ടാക്കിയ ഒരു ആയുധത്തിനും അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിരുന്നില്ല. പരാജിതരായ ദേവന്മാർ സഹായത്തിനായി മഹാവിഷ്ണുവിനെ സമീപിക്കുന്നു. ദധിജി മുനിയുടെ അസ്ഥികളിൽ നിന്നും ഒരു ആയുധം നിർമ്മിക്കാൻ വിഷ്ണു അവരെ ഉപദേശിക്കുന്നു. ദധിജി മുനിക്ക് നാരായണ കവചമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അസ്ഥികളെ ശക്തമാക്കിയിരുന്നു. ദേവന്മാർക്ക് വേണ്ടി ദധിജി മുനി സ്വമേധയാ തന്റെ ജീവൻ ത്യജിക്കുന്നു. ദിവ്യശില്പിയായ വിശ്വകർമാവ് മഹർഷിയുടെ നട്ടലിൽ നിന്നും വജ്രം എന്നൊരു ശക്തിയേറിയ ആയുധം നിർമ്മിക്കുന്നു. തുടർന്ന് ഇന്ദ്രൻ വൃതനെ നേരിടുകയും ആ ദിവ്യായുധം ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നു.